ഇപ്പോൾ ഒരുപാട് പ്രാങ്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അതങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പ്രാങ്ക് ചെയ്തതാ എന്നൊരു ഡയലോഗാണ് പിന്നെ വരിക. അതുകൊണ്ട് നമുക്കും അറിയില്ല ഇതെന്താ റിയൽ ആണോ അല്ലെങ്കിൽ പ്രാങ്ക് ആണോ എന്നുള്ളത് നമുക്കും അറിയില്ല. അതിലൊരു വലിയ എക്സാമ്പിളാണ് ഫേക്ക് ഐ ഡി ഇൻസ്റ്റഗ്രാം ഇപ്പോൾ യൂസ് ചെയ്യാത്തായിട്ടുള്ള ഒരു മക്കളും ഇല്ല, അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കാരും ഇല്ല. ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വെറുതെ ഒരു ഫണ്ടിന് വേണ്ടി ഒന്ന് അവനെ പ്രാങ്ക് ചെയ്യുക അല്ലെങ്കിൽ അവളെ പ്രാങ്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യും. ഈ ഫേക്ക് ഐ ഡി ആണ് എന്നുള്ളത് ഓപ്പോസിറ്റുള്ള ആൾ അറിയുന്നില്ല. കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ ഇതൊക്കെ നിനക്കത് വേണം, നീ അതിന് ചെയ്യാൻ പാടുണ്ടോ. പക്ഷെ ആ ഒരു വ്യക്തിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അയാൾ ഒരുപാട് വിശ്വസിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടാകും, ഒരുപാട് ടൈം ഈ ഒരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. വൺസ് ഇത് റിയലൈസ് ചെയ്യാണ് ഇതൊക്കെ ഫേക്ക് ആയിരുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് റിയലൈസ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും എത്രയോ അപ്പുറത്തായിരിക്കും അയാളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് കോൺഫിഡൻസിൽ പ്രോബ്ലം ഉണ്ടാവും, ട്രസ്റ്റ് ഇഷ്യൂ വരും. ട്രസ്റ്റ് ഇഷ്യൂ വന്ന ഫ്യൂച്ചറിലേക്കുള്ള ലൈഫിൽ നമുക്ക് ഒരുപാട് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. കേൾക്കുമ്പം അയ്യേ ഇതിനോ എന്ന് തോന്നും, പക്ഷേ അത് അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അതിൽ നിന്ന് പെട്ടെന്നൊരു റിക്കവറി ഉണ്ടാവില്ല. ഫണ്ണാക്കാൻ വേറെ ഒരുപാട് വഴികളുണ്ട്. ഒരിക്കലും ഒരാളുടെ ഫിസിക്കൽ ഹെൽത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് വെച്ചിട്ട് പ്രാങ്ക് ചെയ്യരുത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതൊരു പച്ചയായ ഒരു മനുഷ്യനാണ്. ആൾക്ക് ഇമോഷൻ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊരു തമാശ കാരണം ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് അവരുടെ ഫ്യൂച്ചറിൽ തന്നെ വലിയ നഷ്ടങ്ങൾ വരുന്ന രീതിയിൽ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിന് തീരെ പ്രാധാന്യം കൊടുക്കാത്ത രീതിയിലുള്ള കളികൾ ഒഴിവാക്കുക.